വെയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന വായോട്ടുകോണം കൗൺസിലർ സുഗതനെ ജയിലിന്റെ വാഹനത്തിലല്ലാതെ പോലീസിന്റെ വാഹനത്തിൽ കൊണ്ടുപോയത് അപായപ്പെടുത്താനാണോ എന്ന സംശയമുണ്ടെന്ന് ചില ബിജെപി നേതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. കാരണം സാധാരണയായി ജയിലിൽ കഴിയുന്ന ഒരു പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോകേണ്ടത് ജയിലിന്റെ വാഹനത്തിലാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം സുഗതനെ മെഡിക്കൽ പരിശോധന നടത്തണമെന്ന കോടതിയുടെ നിർദ്ദേശപ്രകാരം വട്ടിയൂർക്കാവ് പോലീസിന്റെ ജീപ്പിൽ കൊണ്ടുപോയതിൽ അടിമുടി ദുരൂഹത ഉണ്ടെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. കാരണം അവിടെ വട്ടിയൂർക്കാവ് പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനും അവിടെ ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം സുഗതൻ വട്ടിയൂർക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിലല്ലായിരുന്നു, വിയൂരിൽ നിന്ന് വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലായിരുന്നു. അപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിച്ച് ജയിൽ വകുപ്പിന്റെ വാഹനത്തിലാണ് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകേണ്ടത്. അതാണ് ചട്ടം. എന്തിനാണ് പോലീസിന്റെ വാഹനത്തിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയത് എന്നതിന് വട്ടിയൂർക്കാവ് പോലീസിന് ഒരു വിശദീകരണവുമില്ല. ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ പോലീസ് വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത് പ്രതിയെ തീർത്ത് കളയാറുണ്ട്. പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും നിവൃത്തിയില്ലാതെ വെടിവെച്ചു എന്നാണ് പോലീസ് അവസാനം വിശദീകരണം നൽകി ഫയൽ ക്ലോസ് ചെയ്യുന്നത്. കഥകൾ അങ്ങനെ പലയിടത്തും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലും അടക്കം നടക്കുന്നുണ്ട്. ഇത്തരം ഒരു ഗൂഢാലോചന വട്ടിയൂർക്കാവ് പോലീസ് നടത്തിയിരുന്നോ എന്നാണ് ബിജെപി നേതാക്കൾ ഇപ്പോൾ ചോദിക്കുന്നത്. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം സുഗതൻ പ്രധാന കൗൺസിലർമാരിൽ ഒരാളാണ്. വാഴോട്ടുകോണം എന്ന CPM കോട്ടയായ വാർഡിനെ പൊളിച്ച് താമര വിരിയിച്ച ഒരു നേതാവാണ് സുഗതൻ എന്നത്. അയാൾ ബിജെപിയുടെ തിരുവനന്തപുരത്തെ വളർച്ചയ്ക്ക് നിർണായകമായ ഒരു പങ്ക് വഹിച്ച ഒരു വ്യക്തിയുമാണ്. അങ്ങനെ ഒരാളെ പല രീതിയിൽ ഇല്ലാതാക്കാൻ UDFും LDFും ഒരുപോലെ ആഗ്രഹിക്കുന്നുമുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം ബിജെപിയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ LDFിനെ സംബന്ധിച്ചിടത്തോളം സുഗതൻ തന്നെ ഇല്ലാതായാൽ വട്ടിയൂർക്കാവ് മേഖലയിലെ ബിജെപിയുടെ വെല്ലുവിളിയെ കാര്യമായി ദുർബലപ്പെടുത്താനാകുമെന്നാണ് LDFിന്റെ കണക്കുകൂട്ടൽ. എന്തായാലും തന്നെ പോലീസ് ജീപ്പിലാണ് കൊണ്ടുപോയതെന്നും ജീപ്പിൽ പോലീസ് മോശമായി പെരുമാറിയെന്നും സുഗതൻ മജിസ്ട്രേറ്റിന് മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴി മജിസ്ട്രേറ്റ് മുഖവിലക്കെടുത്ത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. സുഗതൻ മൊഴി നൽകിയതോടെ വട്ടിയൂർക്കാവ് SIക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കോടതി ഗൗരവമായി എടുക്കുകയും പോലീസിനെ ശാസിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വട്ടിയൂർക്കാവ് പോലീസ് ഈ കേസിൽ കാണിക്കുന്ന അമിതമായ താല്പര്യം അത് സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണെന്ന് BJP നേതാക്കൾ വിലയിരുത്തുകയാണ്. വിയൂർ SIയെ മാറ്റി ജീപ്പിലേക്ക് വട്ടിയൂർക്കാവ് SI ഇടിച്ചു കയറുകയും സുഗതനോട് മോശമായി പെരുമാറുകയും ചെയ്തുവെന്ന് സുഗതന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പറയുകയാണ്. നീ വാളമീനിനെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? മെല്ലെ മെല്ലെ കൊളുത്ത് കാണിച്ച് പെട്ടെന്നൊരു പിടി പിടിക്കും, പിന്നെ വാളയ്ക്ക് പിന്നെ രക്ഷ ഉണ്ടാവില്ല. നീയും ഇനി ജയിലിൽ നിന്നും ഇറങ്ങില്ല എന്ന് ഈ SI ഭീഷണിപ്പെടുത്തിയെന്നാണ് സുഗതന്റെ അഡ്വക്കേറ്റ് പറഞ്ഞത്. ഇതോടെ സുഗതന് മേലുള്ള ചുമത്തപ്പെട്ട കേസുകളെല്ലാം വെറും വ്യാജ കേസുകളാണോ എന്നുള്ള ആരോപണം അല്ലെങ്കിൽ ചർച്ചകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇതോടെ സുഗതന്റെ രക്തസമ്മർദ്ദം കൂടുകയും തുടർന്ന് സുഗതനെ മെഡിക്കൽ എന്തായാലും കോടതി കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കണമെന്ന് വട്ടിയൂർക്കാവ് പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ വട്ടിയൂർക്കാവ് SIക്ക് സുഗതനെ വിട്ടുകൊടുക്കരുതെന്ന് സുഗതന്റെ അഭിഭാഷകരും പറയുന്നുണ്ട്. അത് കോടതി അംഗീകരിച്ചിട്ടുമുണ്ട്. സുഗതനെ മറ്റൊരു SIയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിലാണ് 4 മണിക്കൂർ നേരത്തേക്ക് തെളിവെടുപ്പിനായി വിട്ടുകൊടുത്തത്. ഈ കേസിൽ ഹൈക്കോടതി ജൂൺ 24 വരെ കീഴടങ്ങാൻ സമയം നൽകിയിരുന്നു. അതിനു മുമ്പെയാണ് വട്ടിയൂർക്കാവ് പോലീസിന്റെ ഒരു ഒൺമാൻ ഷോ കാണിച്ച് സുഗതന്റെ വീട്ടിൽ തോക്ക് ഉപയോഗിച്ച് ആകാശത്തേക്കൊക്കെ വെടിവെച്ച് സുഗതനെ പോലീസ് സ്റ്റൈലിൽ അറസ്റ്റ് ചെയ്ത്, അതായത് സിനിമാ സ്റ്റൈലിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അങ്ങനെ വട്ടിയൂർക്കാവ് SIയും അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ് CAയുടെയും പ്രവർത്തനങ്ങൾ ഇപ്പോൾ കോടതിയുടെ മുമ്പാകെ വലിയ രീതിയിലുള്ള സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട്. അതായത് സുഗതന് മേലെടുത്ത 7ഓളം 10ഓളം കേസുകൾ അത് വെറും വ്യാജ കേസുകളാണോ, അതോ CPMന്റെ ഒത്താശയോടുകൂടി അല്ലെങ്കിൽ മുൻ MLA VK പ്രശാന്തൊക്കെ പറഞ്ഞിട്ട് സുഗതന് മേലെടുത്ത വെറും തെളിവില്ലാത്ത കേസുകളാണോ എന്നടക്കമുള്ള കേസുകൾ ഇനി വരും ദിവസങ്ങളിൽ കോടതിയിലേക്ക് തെളിഞ്ഞാൽ ഈ വട്ടിയൂർക്കാവ് CAയുടെയും SIയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകും.